ഞങ്ങളിങ്ങനെയാണ് മാക്സിമം ഇങ്ങനെ ആവാൻ ശ്രമിക്കാറുണ്ട്. അതായത് നമ്മൾ കുറച്ചൊക്കെ ഇങ്ങനെ അകന്ന് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാലും ഇപ്പോഴത്തെ ഒരുവിധം ഹസ്ബൻഡ് ആൻഡ് വൈഫിൻ്റെ ഇടയിലെ ഒരു അകൽച്ച എന്ന് പറയുന്നത് ഫോണിൻ്റെ ഉപയോഗത്തിൻ്റെ അതിക്രമമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പോൾ അങ്ങനെ ഇടയ്ക്ക് ഞങ്ങളുടെ ഇടയിലും വരാറുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ പോലും നമ്മൾ തമ്മിൽ ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും ഫോണിൽ. നമുക്ക് ബെഡിൽ ഫോൺ യൂസ് ചെയ്യണ്ട, ബെഡ്റൂമിൽ ഫോൺ യൂസ് ചെയ്യണ്ട, നൈറ്റിൽ കിടക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരുമിച്ചിരിക്കുമ്പോൾ നമ്മൾ അടുത്ത് വന്ന് ആരാണോ ഇരിക്കുന്നത് അയാൾ ഫോൺ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഫോൺ അന്നേരം മാറ്റി വെക്കുക എന്നുള്ള ഒരു പോളിസി ഞങ്ങളുടെ ഇടയിൽ എപ്പോഴും ഞങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരാറുണ്ട്. അപ്പം നമ്മുടെ ഒരു സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ ഒരുമിച്ചുള്ള ഒരു ലൈഫാണ്. പിന്നെ നമ്മൾ ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാണ് ഒരുമിച്ച് ഇങ്ങനെ പോകുന്നതെന്ന് വേണമെങ്കിലും പറയാം. ആ ഒരു ഫൈറ്റിംഗ് എന്നുള്ളത് പ്രധാനമായിട്ടും കുറച്ച് പേരെടുത്താണ്. കാര്യം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ ഈ ലൈഫിൽ ഹാപ്പിയാണ്. കാര്യം ഞങ്ങളുടെ മാക്സിമം ജോലികളും ഞങ്ങൾ ഒരുമിച്ചാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഫാമിലെ ജോലി ജെനുവൺ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു, ബ്യൂട്ടി പാർലറിലെ ജോലി ഞാൻ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നു. പക്ഷേ കേക്കിലെ വർക്ക് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഒരുമിച്ചാണ്. ആരെങ്കിലും ഒരാൾ ഫ്രീ ആയിരിക്കുമ്പോൾ അയാൾ ഫ്രോസ്റ്റ് ചെയ്യും, ബേക്ക് ചെയ്യും, അടുത്ത ആൾ അതിന് വേണ്ടുന്ന ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തരപ്പെടുത്തി തരും. ആ ഒരു സമയത്ത് ഒരാൾ കുഞ്ഞിനെ നോക്കും, ചിലപ്പോൾ കുഞ്ഞിന് കുറുക്കുണ്ടാക്കും. അങ്ങനെ പല പല കാര്യങ്ങൾ ഇങ്ങനെ ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ മാക്സിമം എല്ലായിടും ഒരുമിച്ച് പോവും, ഒറ്റയ്ക്ക് പോകേണ്ടടുത്ത് ഒറ്റയ്ക്ക് പോവും. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ചിലരോടൊക്കെ ഉള്ള ഫൈറ്റിംഗ് എന്ന് ഞാൻ പറഞ്ഞത്, ചിലർക്ക് ഭയങ്കര സങ്കടമാണ് ജെനുവൺ നാട്ടിൽ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ലാതിരുന്നത് കൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടാണ് നാട്ടിൽ നിൽക്കുന്നതെന്നുള്ള രീതിയിൽ ഈ പറയുന്നവരൊക്കെ നമുക്കൊരു കൺസിഡറേഷൻ തന്നിട്ടുണ്ടായിരുന്നു. എന്ത് ചെയ്യാനാ, നിനക്ക് പുറത്തു പോകാൻ പറ്റത്തില്ലല്ലോ എന്നുള്ളൊരു സഹതാപത്തോടുള്ള ഒരു ചോദ്യം. പിന്നെ ഗൾഫിൽ നിന്ന് ഇങ്ങ് തിരിച്ച് വന്ന സമയത്ത് സ്ഥിരം കേൾക്കുന്നൊരു ജോലി, പോയിട്ടൊന്നും പച്ച പിടിച്ചില്ല അല്ലേ, ഒന്നും ശരിയായില്ലല്ലേ, ഒത്തില്ലല്ലേ ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, പിന്നെ ഉള്ള കുറേയേറെ ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അത് ഞാനിവിടെ പറയുന്നില്ല. പിന്നെ കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം മുതൽ ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ, തിരിച്ചൊന്നും പോവണ്ടേ? എനിക്ക് ചിരി വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ പറയുമ്പോൾ. ഇങ്ങനെയൊക്കെ നിന്നാൽ മതിയോ? അപ്പോൾ പറയും, കുഴപ്പമില്ല, ഞാൻ നല്ലതായിട്ട് പോകുന്നുണ്ട് ഇവിടെ എന്ന് പറയുമ്പോൾ ഉടനെ, ഇവിടെ ഈ കോഴിയൊക്കെ വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ, അങ്ങനെ വലിയ മെച്ചമൊന്നും ഉണ്ടാവത്തില്ലല്ലോ, അത് ഞങ്ങൾ രണ്ടുപേരും വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ബ്യൂട്ടി പാർലറിൽ നിന്ന് ഇപ്പോൾ എന്തോ കിട്ടാനോ, കുറച്ച് കേക്കൊക്കെ വിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അന്നത്തേടം കഴിയാനുള്ളതല്ലേ ആവുന്നുള്ളൂ. എന്താണ് ഇവരുടെയൊക്കെ പ്രശ്നമെന്ന് സത്യമായിട്ടും മനസ്സിലാവുന്നില്ല കേട്ടോ. മനസ്സിലാവുന്നില്ലെന്നല്ല, എത്ര ചിന്തിച്ചിട്ട് മനസ്സിലാവുന്നില്ല. കാര്യം എല്ലാവരുടെയും വീട്ടിൽ അവരവരുടേതായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ കാണും. കാര്യം ഫിനാൻഷ്യലി പ്രോബ്ലംസ് കാണും, അതല്ലെന്നുണ്ടെങ്കിൽ മെൻ്റലി പ്രോബ്ലംസ് കാണും, മക്കളെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണും, അച്ഛനെ കൊണ്ടുള്ള പ്രശ്നങ്ങൾ കാണും, അമ്മയെ കൊണ്ട്, അങ്ങനെ പല 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 തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒരു വീട്ടിൽ കാണും. ഒരാളുടേതായിട്ടുള്ള അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും. ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയ്ക്ക് മറ്റൊരാളുടെ പ്രശ്നത്തെ ഓർത്ത്, അല്ലെങ്കിൽ മറ്റൊരാൾ ഇന്ന രീതിക്ക് വിഷമിക്കുന്നുണ്ടായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാൻ, സമാധാനിപ്പിക്കാനൊന്നും ഒരിക്കലും എനിക്ക് പറയാൻ പറ്റത്തില്ല. ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ പറ്റുന്നുണ്ടെന്ന് എത്ര ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. അപ്പം അങ്ങനെയുള്ളവരുടെയൊക്കെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഞങ്ങൾ ഹാപ്പിയാണ്. പിന്നെ ഞങ്ങൾ ഫിനാൻഷ്യലി ഞങ്ങൾക്ക് ഒരുപാട് വലിയ വീട് വെക്കണം എന്നോ ആഡംബരം കാണിക്കണ്ട എന്ന് ഞാൻ പറയുന്നില്ല. നമ്മൾ അത്യാവശ്യം നമ്മളുടെ കാര്യങ്ങളിൽ നമുക്ക് വേണ്ടുന്ന സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് നമ്മളുടേതായിട്ടുള്ള രീതിക്ക് തന്നെ, ആഡംബരമെങ്കിൽ അങ്ങനെ, അല്ലാതെ പാവം എന്നുണ്ടെങ്കിൽ അങ്ങനെ, ആ ഒരു രീതിക്കാണ് നമ്മുടെ വരുമാനത്തിൽ ഒതുങ്ങി നമ്മൾ എങ്ങനെയാണോ ആ രീതിക്കാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ നമുക്ക് വേറെ വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല. നമ്മുടെ ഉള്ള ആഗ്രഹങ്ങളെ നമ്മൾ സാധിച്ച് സന്തോഷമായിട്ട് നമ്മൾ ജീവിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾക്ക് എപ്പോഴെങ്കിലും കൂടുതൽ ഏൺ ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ, അതായത് നമുക്കിപ്പോൾ നാട്ടിൽ കിട്ടുന്ന ഒരു എമൗണ്ടിനേക്കാൾ കൂടുതൽ നമുക്ക് പുറത്ത് പോയി ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും വിഷമിക്കണ്ട കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച കുറച്ചാളുകളെ ഉദ്ദേശിച്ച് വേണ്ടി മാത്രമാണ്.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയായിരുന്നു. രാവിലെ തന്നെ കേക്കിൻ്റെ കുറേ പരിപാടിയിലായിരുന്നു. പിന്നെ കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കി, കുഞ്ഞിന് കുറുക്ക് കൊടുത്ത് അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ നമ്മുടെ വീട്ടിൽ ചെറിയ കരിമീൻ വെള്ളത്തിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ കറി വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തൊക്കെ പറഞ്ഞു, വീട്ടിൽ സീത എന്നാണ് എൻ്റെ അമ്മയുടെ പേര്, അപ്പോൾ സീതയ്ക്ക് കൂടെ കറി കൊണ്ട് കൊടുക്കുക എന്ന് പറഞ്ഞു. അങ്ങനെ ജിനോണിനൊരു കേക്ക് കൊടുക്കാനായിട്ട് പോയ സമയത്ത് ഞാൻ അമ്മയുടെ കൂടെ കയറി പോയി എൻ്റെ അമ്മയ്ക്ക് കൊണ്ടുപോയി കറിയും മീൻ വറുത്തതും ഒക്കെ കൊടുത്തു. എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കരിമീൻ പള്ളത്തിയും ഒക്കെ. അപ്പോൾ അമ്മ ഭയങ്കര ഹാപ്പിയായി. അവിടെ നിന്ന് തിരിച്ച് ഞാൻ വീട്ടിൽ ഞങ്ങൾ ഉടനെ തന്നെ വന്നു. അത് കഴിഞ്ഞിട്ട് ജിനോണിന് ഫാമിൽ കയറണമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഫുഡൊക്കെ കഴിക്കണമായിരുന്നു. അപ്പോഴത്തേക്ക് അമ്മ ഫുഡ് കറിയും കാര്യങ്ങളും എല്ലാം എടുത്തു. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോയിരുന്നപ്പോഴത്തേക്ക് കുഞ്ഞുണർന്നു. അപ്പോൾ അവൻ്റെ കൂടെ എല്ലാ ദിവസങ്ങളിലും ഇത്രയും സമയമൊന്നും എനിക്ക് ചിലവഴിക്കാൻ പറ്റാറില്ല. പക്ഷേ കുറച്ച് ദിവസങ്ങളിലായിട്ട് കൂടുതൽ സമയങ്ങൾ വർക്കില്ലാതിരിക്കുന്ന ദിവസങ്ങളിൽ മാക്സിമം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാറുണ്ട്. കാര്യം അവൻ്റെ സന്തോഷത്തേക്കാൾ കൂടുതൽ അവൻ്റെ കളിയും ചിരിയും കണ്ട് സന്തോഷിക്കാൻ കിട്ടുന്നൊരു അവസരം മാക്സിമം മുതലെടുക്കാറുണ്ട്. അപ്പോൾ നമ്മളുടെ ലൈഫിൽ നമ്മൾ ഹാപ്പിയാണ് കേട്ടോ. മറ്റാരും അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. ഞാൻ പർട്ടിക്കുലറായിട്ടുള്ള കുറച്ച് പേരെ ഉദ്ദേശിച്ച് മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ടാറ്റാ.